അനുഗ്രഹം തരേണ്ടത് നാഗദൈവങ്ങളല്ലേ? ഭയപ്പെടേണ്ട. ലക്ഷണങ്ങളിൽ ഇതുവരെ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. എത്തേണ്ടവർ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. 10 മാസം കിടന്നത് നിർമ്മലയുടെ വയറ്റിലല്ലേ? ആ ഒരു ടച്ച് മാത്രം മതി ലോകത്തുള്ള സകല ദൂഷ്യങ്ങളും എവിടേക്ക് കാണാൻ. ചെന്ന് പറയട്ടെ, കിട്ടുന്നത് വാങ്ങിക്കാം. പിന്നെ കൃഷ്ണേ, കയ്യിലുള്ള മാസ്കും കൂടെ വെച്ചാലേ അവിടെ ചെല്ലുമ്പോ ആരും തിരിച്ചറിയൊന്നുമില്ല. നീ പേടിക്കണ്ട. ഇത് മോശമാണ് കേട്ടോ മോളിക്കുട്ടി. എന്താ എന്നോട് പറയാതെ രണ്ടുപേരും തമ്മിൽ രഹസ്യം? അത് പെൺകുട്ടികൾ തമ്മിൽ പറയുന്ന കാര്യ, സാറിനോട് പറയാൻ പറ്റില്ല. ഓ, എന്നാ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്ത് വേഷം മോളെ ഇത്? സത്യം പറഞ്ഞ അച്ഛൻ ഇപ്പോഴേ ശ്രദ്ധിക്കുന്നേ. ഒരു ബിസിനസ്സുകാരന്റെ വീട്ടിലേക്കല്ലേ നമ്മൾ കയറി ചെല്ലുന്നേ. എന്റെ മോള് അതിൻ്റെതായ ഗൗരവത്തിലൊക്കെ വരണ്ടേ? ഈ വേഷത്തിനെ ഒരു കുഴപ്പമില്ല, അച്ഛൻ ചുമ്മാ പറയാം. അതെ സാറേ, ഈ വേഷം കൃഷ്ണയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അങ്ങനൊന്നും പറയല മോളിക്കുട്ടി. എന്റെ കൊച്ചിന്റെ ഐശ്വര്യം മൊത്തം പോയി. അല്ലെങ്കിൽ തന്നെ മോളെന്തിനാ ഈ ചൂട് സമയത്ത് ഈ ഓവർകോട്ടൊക്കെ ഇടുന്നേ? അപ്പം ഞാൻ എപ്പോഴും ഇടുന്നുണ്ടല്ലോ സാറേ. അത് നിന്റെ യൂണിഫോം അല്ലേ, അതുപോലെയാണോ മോളുടെ കാര്യം? ഈ ഡ്രസ്സേ ശരിയായില്ല. എന്തായാലും ഇപ്പൊ പുറപ്പെട്ടു പോയല്ലോ. അച്ഛനിപ്പോ എന്താ വേണ്ടേ? അച്ഛന്റെ മോളെ കുറിച്ച് അഭിമാനത്തോടു കൂടി സംസാരിക്കണം. അത് ഡ്രസ്സിലല്ലോ, പെരുമാറ്റത്തിലല്ലേ. അങ്ങനെ പറയാനൊക്കെ കൊള്ളാം. പക്ഷെ നമ്മൾ ഒരാളെ കാണുമ്പോ ആദ്യ കാഴ്ചയിൽ എന്താ ശ്രദ്ധിക്കുക? അയാളുടെ സ്വഭാവം തിരിച്ചറിയാൻ നമ്മുടെ കയ്യിൽ വേറെ മാർഗമൊന്നുമില്ലല്ലോ. അയാളുടെ വസ്ത്രധാരണം അത് നന്നായിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസിന്റെ മുമ്പിൽ നിർത്തി കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാം. ഇപ്പൊ പിന്നെ എല്ലാം റെഡിമെയ്ഡ് കിട്ടുമല്ലോ. എന്താ? അതൊന്നും വേണ്ട അച്ഛാ. ഒരു കാര്യത്തിന് പോകുന്നതിനിടയ്ക്ക് വേറെ സ്ഥലത്തൊന്നും പോവണ്ട. അങ്ങനെ വാശി പിടിച്ചാൽ പറ്റില്ലല്ലോ. അവിടെ ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട്, രണ്ടുപേരും ഇറങ്ങിക്കോ. എന്നിട്ട് രണ്ടുപേർക്കും ആവശ്യത്തിനുള്ള ഡ്രസ്സ് എടുക്കുക. അയ്യോ വേണ്ട സാറേ. മോളുകൂടി അടങ്ങി ഒതുങ്ങി ഞാൻ പറയുന്നത് കേട്ടാ മതി. നിങ്ങൾ രണ്ടുപേരും ഇറങ്ങിക്കേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, രണ്ടുപേർക്കും ഞാൻ തന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരാം. അയ്യോ അതൊന്നും വേണ്ട, ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതല്ല ഞാൻ തന്നെ. ആയിക്കോട്ടെ, പക്ഷെ എനിക്കൊരു സെലക്ഷൻ പറയാലോ. അച്ഛൻ പറയേ. എന്തായാലും നാളെ വിഷുവല്ലേ, രജിസ്ട്രേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് 1-2 ക്ഷേത്രങ്ങളിൽ പോകണം. മോൾ ഇതുവരെ പോയിട്ടില്ലാത്ത ക്ഷേത്രങ്ങളിലായിരിക്കും നമ്മൾ പോകുന്നത്. അതിന് കുഴപ്പമില്ലല്ലോ. അമ്പലത്തിലേക്കാണെങ്കിലേ കൃഷ്ണയ്ക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല സാറേ. അപ്പൊ അതിന് പറ്റിയ വസ്ത്രങ്ങൾ വേണം സെലക്ട് ചെയ്യാൻ. ഒരു കാര്യം ചെയ്യ്, നല്ല സെറ്റ് സാരി നോക്കി ഓരോന്നങ്ങ് എടുക്കുക. ഇന്ന് നമുക്ക് അതിലങ്ങ് പിടിക്കാം. അതിടുമ്പോ എന്റെ മോളെ കാണാൻ നല്ല ഐശ്വര്യമായിരിക്കും, അല്ലേ മോളിക്കുട്ടി? അത് സത്യ സാറേ, സെറ്റ് സാരിയൊക്കെ കൊടുത്ത് കൃഷ്ണയെ കാണാനേ നല്ല രസം. അപ്പൊ പിന്നെ ഫിക്സ് ചെയ്യാം. ഇറങ്ങിക്കോ. എന്ത് ചെയ്യും മോളിക്കുട്ടി? നമ്മള് കൂടുതൽ തർക്കിച്ചാലേ സാറിന് സംശയം വരും, അത് പ്രശ്നോ. എനിക്ക് പേടിയായിട്ട് വയ്യ. ഇതിപ്പോ ഇറങ്ങി ഓടാനൊന്നും പറ്റില്ലല്ലോ. നീ ഇറങ്ങ്, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നവീൻ എവിടെ? അകത്തുണ്ട്. ഞങ്ങൾ സാറിനെ കാത്തിരിക്കുമായിരുന്നു. വരുന്ന വഴി അമ്പലത്തിലൊന്ന് കയറി, അതാ കുറച്ച് വൈകിയത്. ഹലോ സർ. മോർണിംഗ്. സാറിന് ബുദ്ധിമുട്ടായല്ലേ? എന്റെ നവീനെ ഉള്ളത് പറയാലോ, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ തുടങ്ങി.
അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത്രമാത്രം അഴിമതികളല്ലേ നടക്കുന്നത്. നമ്മൾ നല്ലതെന്ന് കരുതി ഒരാൾക്കൊരു കാര്യം ചെയ്യും, പക്ഷെ പിറ്റേ ദിവസം നമുക്കതൊരു കുരിശാകും. എന്താ സംഭവിക്കുക? അനധികൃതമായി ഭൂമി ഇടപാട് നടത്തിയെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും നമ്മുടെ ഫോട്ടോ അടിച്ചു വരും. നമ്മളെ കൊണ്ട് ചെയ്യിച്ചവര് സേഫായിട്ട് നിൽക്കുകയും ചെയ്യും. നവീൻ സാറിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ സാറിന് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നവീൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നല്ലോ. സാർ വേറെ ഒന്നുമല്ല, ഇവിടെ തറവാട്ടില് വിഷുവായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പുറത്തു പോയിക്കൂടാന്ന് ഇവരൊക്കെ പറയുന്നത്. പക്ഷേ പാക്ക് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും പറ്റില്ല, അങ്ങനെ പെട്ടുപോയതാ. തന്റെ ഇതുവരെയുള്ള ഇടപാടുകൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു തരത്തിലുള്ള ആക്ഷേപവും ഒരു ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഒരു രജിസ്ട്രേഷൻ വീട്ടിൽ വെച്ച് നടത്തണമെന്ന് മാണിക്കുഞ്ഞ് പറഞ്ഞപ്പോ തന്റെ കാര്യത്തിൽ ഞാൻ എന്റെ ചിന്തകളൊക്കെ മാറ്റിവെച്ചു. അതാ സത്യം. താങ്ക് യു സാർ. നവീൻ, പ്രമാണത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. സാർ, അനിയൻ സാറാണ് ഞങ്ങൾക്ക് പ്രോപ്പർട്ടി തരുന്നതേ. ഇപ്പൊ തന്നെ എത്തും. രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ ഒറ്റത്തവണയല്ലേ വേണ്ടു. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അല്ല, പിന്നെ സാറിന്റെ മോന്റെ കാര്യം എന്തോയി? അവൻ കാനഡയിൽ തന്നെ സെറ്റിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാ. ഒറ്റ മോനല്ലേ നവീനെ. അവൻ അകന്നു പോയാ ഞങ്ങൾക്ക് ആരാരാന്നുള്ള തോന്നൽ അലട്ട്. പക്ഷേ പിള്ളേർക്ക് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റൂ. ഞാനും ഭാര്യയും കൂടി അവന്റെ തീരുമാനത്തിന് വിട്ടേക്കുക. എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. പുതിയ തലമുറയല്ലേ സാർ, അവർക്ക് ഈ കുടുംബ ബന്ധങ്ങളും കടപ്പാടൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. സാർ വരും. ശരി. പൂജകൾ ആരംഭിക്കാനുള്ള സമയമായി. അങ്ങ് പറഞ്ഞ നിലയിൽ ഇതുവരെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. ദൈവാനുഗ്രഹത്തിന്റെ മുഹൂർത്തം ഏതെന്ന് നിശ്ചയിക്കാൻ നമ്മൾ മനുഷ്യർക്ക് സാധ്യമല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ കാര്യവും. നടക്കേണ്ട സമയത്ത് അത് നടന്നിരിക്കും. ദമ്പതി പൂജ കഴിഞ്ഞ് നാഗപ്രീതിയും ലഭിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിലെ സ്ത്രീകൾ ഒരുമിച്ച് കണിയൊരുക്കാവുന്നതാണ്. അതല്ല, ദമ്പതി പൂജയിൽ വീഴ്ച വരികയും നാഗപ്രീതി ഇല്ലാതാകുകയും ചെയ്താൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടത് കുടുംബത്തിലെ പുരുഷപ്രജകളായിരിക്കും. എല്ലാം ഒരുക്കി വെക്കാനും പ്രാർത്ഥിക്കാനും മാത്രമല്ലേ ഞങ്ങൾക്ക് കഴിയൂ. അനുഗ്രഹം തരേണ്ടത് നാഗദൈവങ്ങളല്ലേ. ഭയപ്പെടേണ്ട, ലക്ഷണങ്ങളിൽ ഇതുവരെ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. എത്തേണ്ടവർ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ആ, സംശയിക്കണ്ട, ആ വരവ് ഈ ലക്ഷ്യത്തിലേക്ക് തന്നെയാ. നാഗദൈവങ്ങളെ, എന്റെ കുടുംബത്തെ കാത്തുരക്ഷിക്കണേ.